സംസ്ഥാന രാഷ്ട്രീയത്തിൽ അൻവർ CPM പോര് നിർണായക ഘട്ടത്തിലേക്ക്. CPMനെതിരെ ശക്തമായ ഭാഷയിൽ മുഖ്യമന്ത്രിക്ക് തലയ്ക്ക് വെളിവില്ലേ എന്നുള്ള ചോദ്യം പോലും ഉന്നയിച്ചുകൊണ്ട് അതിശക്തമായ ഭാഷയിലാണ് ഇന്ന് അൻവർ പ്രതികരിച്ചത്. താൻ വിചാരിച്ചാൽ 25 പഞ്ചായത്തുകളിൽ LDFന് ഭരണം നഷ്ടമാകും എന്ന് അൻവർ പറയുന്നു. മലപ്പുറത്ത് മാത്രമല്ല കോഴിക്കോട്ടും പാലക്കാട്ടും ഭരണം പോകുമെന്നും ഇടതുമുന്നണി വെല്ലുവിളിച്ചാൽ തിരിച്ച് താൻ അടിക്കാൻ തയ്യാറാണെന്നും അൻവർ ചൂണ്ടിക്കാട്ടുന്നു. ഇന്നലെ നമുക്കറിയാം അൻവർ നടത്തിയ പൊതുസമ്മേളനം വലിയ ജനപങ്കാളിത്തമുണ്ടായിരുന്നു. രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ 50 പേരുടെ കസേര താൻ ഇട്ടിട്ടുണ്ട് എന്ന് പരിഹാസരൂപേണ അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു. അതിനുശേഷം അവിടെ 50 അല്ല 5000 അല്ല ഒരുപക്ഷെ അതിന് ഇരട്ടി ജനം അവിടെ കൂടുകയും അൻവറിനെ കേട്ട് അവർ മടങ്ങുകയും ചെയ്തു. ഇന്നലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പോലീസ് വകുപ്പിലുള്ള ദൗർബല്യവുമായി ബന്ധപ്പെട്ടൊക്കെയാണ് കാര്യങ്ങൾ സംസാരിച്ചിരുന്നത് എങ്കിൽ ഇന്ന് തന്നെ CPM ആക്രമിക്കാൻ ശ്രമിച്ചാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കുമെന്ന് പറയുമ്പോൾ പുതിയ പോർമുഖം തുറക്കുകയാണ് അൻവറിന്റെ വാക്കുകളിലേക്ക്. ഇന്ന് ഞാൻ ഇപ്പൊ ഇവിടുന്ന് തീരുമാനിച്ചാൽ 25 പഞ്ചായത്ത് LDFന് ആയിരുന്നു. നിലമ്പൂർ മാത്രമല്ല ഇനി അത് പാർട്ടി ഇങ്ങനെ ഒരു വെല്ലുവിളിക്ക് വരികയാണെങ്കിൽ ഞാൻ അതിന് തയ്യാറാണ്. പോകും. മലപ്പുറം ജില്ലയിൽ പല സ്ഥലത്തും പോകും. ചിലപ്പോൾ കോഴിക്കോട് ജില്ലയിലും പോകും, ചിലപ്പോൾ പാലക്കാടും പോകും. മലപ്പുറം ജില്ലയിലെ മാത്രം കാര്യം ഞാൻ പറയുന്നത്. അപ്പോ അതിലേക്കൊക്കെ പോണോ എന്നുള്ളത് CPM ലീഡർഷിപ്പ് ആലോചിച്ചാൽ മതി. എന്റെ മെക്കെട്ട് കയറി പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ ഞാൻ തിരിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. മുഖ്യമന്ത്രിക്ക് തലയ്ക്ക് വെളിവില്ലാതെ സംസാരിക്കുകയാണ് മുഖ്യമന്ത്രി എന്നും അൻവർ പറഞ്ഞു. P ശശിക്കെതിരെയുള്ള ആരോപണം അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു. എന്തുകൊണ്ട് പോലീസ് ഇത് അന്വേഷിക്കുന്നു? പോലീസിന് അത് പിടിച്ച് കസ്റ്റംസ് കൊടുത്താൽ പോരെ എന്നുള്ള ചോദ്യത്തിന് എന്താ ഉത്തരം? ഈ കൊടുത്തു വിട്ടതാരാ? പോലീസിന് അന്വേഷിക്കാൻ കഴിയോ? ദുബായിലും വിദേശ രാജ്യങ്ങളിലും പോലീസിന് പോകാൻ കഴിയോ? കസ്റ്റംസിന് അതിൽ ആക്ടിന്റെ അതിന് സൗകര്യമുണ്ട്, ഇന്റർനാഷണൽ ലോ ഉണ്ട്. ഇത് ആർക്കാണ് കൊണ്ടു കൊടുക്കുന്നത്? അത് പോലീസിന് പിടിക്കാൻ കഴിയും. പക്ഷെ പിടിക്കുന്നവനെ കൊണ്ടു കൊടുക്കാൻ ഐസന്റെ ഇവന്റെ ഏജന്റിനെ ഒരാളെങ്കിലും പോലീസ് അന്വേഷിച്ചോ? എന്താണ് മുഖ്യമന്ത്രി തലക്ക് വെളിവില്ലാതെ പറയുന്നത്? ഇതിന് തലക്ക് വെളിവില്ലാന്നല്ലേ ഇതിന് പറയാ? ഇതൊരു പ്രപഞ്ച സത്യമായി നിൽക്കല്ലേ? ഒരു കേസും ശിക്ഷിക്കാൻ കഴിയില്ല. 102 CRPC ആണ് ഇവര് പിടിക്കുന്നത്. കസ്റ്റംസ് ആക്ട് പ്രകാരം 108 മൊഴിയെടുത്തെങ്കിൽ മാത്രമേ ആ മൊഴി വാലിഡ് ആണ്. ആ മൊഴി എടുത്തു കഴിഞ്ഞാൽ കസ്റ്റംസിന് ഈ കാര്യത്തിന്റെ എവിടുന്ന് വന്നു, എവിടെ എത്തി, ആർക്ക് കൊടുത്തു, ഈ 3 ആളെയും ക്ലബ് ചെയ്തുകൊണ്ടുള്ള കേസാ വരിക. ഇന്നത് രാജ്യദ്രോഹ കുറ്റായി. ഒരു കാര്യം, ശശിക്ക് എന്തായാലും പങ്കുണ്ട്. P ശശിക്ക് ഇതില് ശക്തമായ പങ്കുണ്ട്. ഈ ഇടപാടിന്റെ ഭാഗമാണ് ശശി എന്ന കാര്യത്തില് എനിക്ക് യാതൊരു ഡൗട്ടുമില്ല. അതെന്താ തെളിവ് നിങ്ങൾ ചോദിക്കും. ആ തെളിവ് എന്ന് പറഞ്ഞ കോമൺ സെൻസ്. 3 ചില്ലാനം കൊല്ലം അമ്പകുരം നിർത്താതെ നിർബാധം ഒരു എയർപോർട്ടിലൂടെ ഈ രീതിയിൽ സ്വർണം കടത്തി ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു SP ക്ക് മാത്രമേ സാധിക്കൂല. അത് ADG അജിത് കുമാറുണ്ട്, അജിത് കുമാറിനോടൊപ്പം ഈ ശശിയുണ്ട്. അല്ലാതെ ഇത് ഒരിക്കലും നടക്കൂല. താൻ തുടങ്ങി വെച്ചത് വിപ്ലവമായി മാറും, തനിക്കൊപ്പമുള്ള ആൾക്കൂട്ടം താൽക്കാലികമെന്ന LDF കൺവീനർ TP രാമകൃഷ്ണന്റെ പ്രസ്താവനയെ PV അൻവർ പരിഹസിച്ചു. അതും മനസ്സിൽ വിചാരിച്ച് അദ്ദേഹം സമാധാനത്തോടെ ഉറങ്ങട്ടെ എന്നായിരുന്നു പരിഹാസം. പാർട്ടി തന്നെ വെക്കിട്ടു കയറിയാൽ തിരിച്ചും പറയുമെന്നും അൻവർ പ്രതികരിച്ചു. എന്റെ മെക്കെട്ട് കയറി പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ ഞാൻ തിരിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പൊ ബഹുമാനപ്പെട്ട LDF കൺവീനർ ഇപ്പൊ പറഞ്ഞത് എന്താണ്? പാർട്ടി പറഞ്ഞത് അനുസരിച്ച്. ഞാൻ പാർട്ടി പറഞ്ഞത് അനുസരിച്ചതാണല്ലോ. ഞാൻ ഈ നിമിഷം വരെ പാർട്ടിയെ തള്ളി പറഞ്ഞിട്ടില്ല. ഞാൻ ഇത്ര വയലന്റ് ആണ്ട് വന്ന എന്താ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഈ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ നിന്ന് കേരളത്തിലുണ്ടായിട്ടുള്ള പോലീസിംഗിന്റെ ഭാഗമായി ഇടതുപക്ഷ പ്രവർത്തകർക്കും കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർക്കും പൊതുപ്രവർത്തകർക്കും ഉണ്ടായ മോശമായ അനുഭവങ്ങൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ, അതിലൂടെ പാർട്ടിക്കുണ്ടായ തളർച്ച, അതിന് കാരണക്കാരായ പോലീസ്, ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിനെ അഡ്രസ് ചെയ്യാതെ എന്നെ കള്ളനാക്കാനാണ് മുഖ്യമന്ത്രി വന്നത്. അത് ഞാൻ സഹിക്കൂ. സംസ്ഥാന സെക്രട്ടറി എന്നെ പുറത്താക്കുന്ന വൈകുന്നേരം 2:30 മണിക്ക് തുടങ്ങിയ പത്രസമ്മേളനം 3:30 തീരുന്നത്. അവസാനമാണ് അദ്ദേഹം പറയുന്നത്. അതിനു മുമ്പ് പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി ഈ വിഷയത്തിൽ അവരുടെ അഭിപ്രായം പറയുന്നതിന് മുമ്പ് ഈ മോഹൻദാസ് നടത്തിയ പ്രസംഗമാണ് നിങ്ങൾ കേട്ടത്. അപ്പൊ അദ്ദേഹം ആദ്യം എന്നെ തള്ളിയിട്ടുണ്ട്. മുപ്പര് സമാധാനമായിട്ട് ഉറങ്ങട്ടെ. ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സമാധാനമായിട്ട് അദ്ദേഹം ഉറങ്ങട്ടെ.
ഇന്ന് വാർത്താ സമ്മേളനത്തിലാണ് പി ശശി കുറച്ചുകൂടി ശക്തമായ ഭാഷയിൽ മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഇന്ന് നിലമ്പൂരിലെ ശക്തിപ്രകടനം ഇന്നലെ ആയിരുന്നു. നമുക്കറിയാം, അവിടെ വലിയ ജനക്കൂട്ടം പി വി അൻവറിനെ കേൾക്കാനുണ്ടായിരുന്നു. പി വി അൻവർ പങ്കെടുക്കുന്ന പൊതുയോഗം ഇന്ന് കോഴിക്കോട്ട് നടക്കും. ഇതിൽ ഇന്ന് അദ്ദേഹത്തിന്റെ അജണ്ട നിശ്ചയിച്ചാണ് ഈ പൊതുയോഗം. കാരണം മാമി തിരോധാനം എന്നത് ഏറെ ശ്രദ്ധേയമായ ഒരു കേസാണ്, ഏറെ ആരോപണങ്ങൾ ഉയർന്ന ഒരു സംഗതിയാണ്. അവിടെ മാമി തിരോധാന കേസുമായി ബന്ധപ്പെട്ട് പൊതുയോഗത്തിലാണ് അദ്ദേഹം പ്രസംഗിക്കുക. നാളെ ഏറനാട് മണ്ഡലത്തിലും അടുത്ത ദിവസങ്ങളിൽ മഞ്ചേരി, വേങ്ങര മണ്ഡലങ്ങളിലും വിശദീകരണ യോഗം സംഘടിപ്പിക്കാനാണ് ശശിയുടെ തീരുമാനം. തന്നെ മക്കിട്ട് കയറിയാൽ തിരിച്ചടിക്കും എന്ന പ്രയോഗമുണ്ട്. സഭയിൽ കസേരയില്ലെങ്കിൽ നിലത്തിരിക്കുമെന്ന് പറയുന്നു. കൊലവിളി മുദ്രാവാക്യത്തിൽ കേസിന് പോവില്ല എന്ന് പറയുന്നുണ്ട്. പൊതുയോഗത്തെ ജനം വിലയിരുത്തട്ടെ എന്ന് പറഞ്ഞു. അതിനു മുൻപ് ടി.പി. രാമകൃഷ്ണൻ LDF കൺവീനർ ഇന്ന് ഈ വിഷയത്തിൽ പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി കേട്ടുവരണം. അദ്ദേഹം പറഞ്ഞത് CPM-നെ ബാധിക്കുന്ന വിഷയമല്ല എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ ആൾക്കൂട്ടത്തെ CPM ഭയക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. താൽക്കാലികമാണ്, അതിലൊന്നും വലിയ ഫലമുളവാക്കാൻ പോകുന്നില്ല. അൻവർ എന്ത് രാഷ്ട്രീയ വിശദീകരിക്കുന്നുള്ള അറിയില്ല, അത് കേൾക്കുന്നില്ലേ പത്രം. അപ്പൊ അതിലൊരു പ്രത്യേകതയൊന്നും CPM-ഓ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ കാണുന്നില്ല. വലിയ ആൾക്കൂട്ടമായിരുന്നു. അതൊക്കെ കേരളത്തിന്റെ പഴയകാല ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള എത്രയോ സംഭവങ്ങളും അനുഭവങ്ങളും ഇല്ല. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു വേവലാതിയില്ല. ഈ ഒരു പൊതുയോഗം എന്ന് പറഞ്ഞ സമയത്ത് പലരും വന്നു കൂടും എന്നാണ് പറയുന്നത് കേൾക്കും. പ്രത്യേകിച്ച് CPM-നെതിരായിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നത് കേൾക്കാൻ ആളുകൾക്ക് താല്പര്യമുണ്ട്. അങ്ങനെ വന്ന് കൂടുന്നതായിട്ട് കണക്കാക്കിയാൽ മതി. അതിലൊരു പ്രത്യേകതയൊന്നും ഞങ്ങൾ കാണുന്നില്ല. എത്ര വർഷം മുമ്പ്, 5 10-15 വർഷം മുമ്പ് പാർട്ടിയുടെ ചുമതല നിർവഹിച്ച് ഒഴിവായി പോയ ഒരാള് ഇപ്പൊ പാർട്ടിക്കാരനായി ചിത്രീകരിക്കുന്ന എന്താ അർത്ഥം? അങ്ങനെ എത്രയുണ്ട്? അത് നിങ്ങൾ ഏതൊരു പത്രത്തിൽ ഇപ്പൊ എഴുതിയിട്ടുണ്ട്. ഞാൻ എല്ലാ പത്രം വായിച്ചിട്ടില്ല. ഇപ്പൊ ഒരു പത്രം മുന്നേറിയ കമ്മിറ്റി, അങ്ങനെ എത്ര ആളുകളുണ്ട് ഇത് പാർട്ടി. അതാണ് CPM-ന്റെ പ്രതികരണം. ഒരുപക്ഷെ അൻവറിന്റെ പൊതുയോഗം, അതായത് ഇന്നലെ നടന്ന നിലമ്പൂരിലെ പൊതുയോഗത്തിന് ശേഷം ആദ്യത്തെ ഒരു പ്രതികരണമാണ് CPM-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഒരു തരത്തിലും ഈ പൊതുയോഗത്തെ CPM വിലയിരുത്തുന്നില്ല, ആൾക്കൂട്ടത്തെ പേടിക്കുന്നില്ല. ഈ ആൾക്കൂട്ടമൊന്നും CPM-ന് തിരിച്ചടിയാവില്ല എന്ന ആത്മവിശ്വാസത്തിലാണ് ആ പാർട്ടി. പക്ഷെ അപ്പോഴും സംസ്ഥാനമൊട്ടാകെ നടന്ന് ഈ വിശദീകരണ യോഗങ്ങൾ സംഘടിപ്പിക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ് അൻവർ എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ന് കോഴിക്കോട്ടാണ് പൊതുയോഗം. MS അനീഷ് കുമാർ ഏറ്റവും പുതിയ വിവരങ്ങൾ നമ്മോടൊപ്പം പങ്കുവെക്കും. അനീഷ്, ഇതിപ്പോൾ CPM-ന്റെ മലബാർ സ്ട്രാറ്റജി എന്നൊരു സംവിധാനമുണ്ട്. അതായത് അവിടുത്തെ മുസ്ലിം വിഭാഗത്തിൽ കടന്നു കയറാനുള്ള ശ്രമങ്ങൾ വർഷങ്ങളായി നടത്തുകയാണ് CPM. അവിടെയാണ് നേരത്തെ KT ജലീലുമായി ബന്ധപ്പെട്ട് കാരാട്ട് റസാക്ക്, അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ, PV അൻവർ, അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയ ഒരു പാർട്ടി കൂടിയാണ് CPM. ഇവിടെ CPM-നൊപ്പം നിന്ന പല ആളുകളും ഈ തരത്തിൽ പ്രതികരിക്കാൻ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്ര ശക്തമായ ഭാഷയിൽ അൻവർ മുഖ്യമന്ത്രിയെ നേരിട്ട് അറ്റാക്ക് ചെയ്യുകയാണ്. പിണറായി വിജയനോട് നേർക്കുനേറാണ്. എന്ത് മാറ്റമാണ് ഇത് മലബാർ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുക? എങ്ങനെ കണക്കുകൂട്ടണം ഇന്നലത്തെ പൊതുയോഗത്തെ അടക്കം? തീർച്ചയായും വലിയ ഒരു തന്ത്രം തന്നെയാണ് അൻവർ പ്രയോഗിക്കുന്നത്. കാരണം മലപ്പുറത്ത് തന്റെ തട്ടകത്തിൽ ആളെ കൂട്ടി അത് ഒരു വലിയ കാര്യമല്ല എന്ന് CPM പറയുമ്പോൾ അൻവറിന് നിർണായകമായ സ്വാധീനമുള്ള സ്ഥലമൊന്നുമല്ല കോഴിക്കോട് നഗരം. പക്ഷേ കോഴിക്കോട് നഗരത്തിൽ പരിപാടി സംഘടിപ്പിക്കുകയും വലിയ ജനക്കൂട്ടത്തെ എത്തിക്കുകയും ചെയ്താൽ അത് മലബാറിന്റെ തലസ്ഥാനത്ത് തന്നെ ഒരു അടി CPM-ന് നൽകാം എന്നൊരു കണക്കൂട്ടൽ PV അൻവറിനുണ്ട്. ഒപ്പം ഈ അൻവർ മുന്നോട്ട് വെച്ച പ്രശ്നങ്ങളിൽ ഏറ്റവും ചർച്ചയായി മാറിയ ഒരു വിഷയവുമായിരുന്നു കോഴിക്കോട് നഗരത്തിലെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരനായ മാമി തിരോധാനം. ഈ തിരോധാനം ADGP അജിത് കുമാറിന്റെ പങ്കുണ്ട്, അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം എങ്ങും എത്താതിരിക്കാൻ വലിയ പരിശ്രമം ADGP-യുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നു എന്ന ആരോപണമാണ് മുന്നോട്ട് വെച്ചത്. നമുക്കറിയാം, അതിസമ്പന്നനായ ആളാണ് മാമിയുടെ കുടുംബം ഏതാനും മാസങ്ങളായി തന്നെ ഇത്തരത്തിൽ ഈ തിരോധാനത്തെ കുറിച്ച് സമഗ്രമായ അല്ലെങ്കിൽ കൃത്യമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും അൻവറിന്റെ വെളിപ്പെടുത്തലുകൾ വന്നതിന് തൊട്ടു പിന്നാലെ ആ കേസ് ക്രൈംബ്രാഞ്ചിന് അന്വേഷിക്കാൻ ഏൽപ്പിച്ചുകൊണ്ട് സർക്കാരിന്റെ ഉത്തരവ് വരികയും ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയും ചെയ്യുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ തനിക്ക് പറയാനുണ്ട്. അക്കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിൽ വെളിപ്പെടുത്തും എന്ന് അൻവർ പറയുകയും ചെയ്യുന്നത്. എന്തായാലും ഈ മാമി തിരോധാനവുമായി ബന്ധപ്പെട്ട ആക്ഷൻ കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയും മറ്റ് നിരവധി വാട്സാപ്പ് ഗ്രൂപ്പുകളും ഒക്കെ ഇത്തരത്തിൽ മാമി തിരോധാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരം ഗ്രൂപ്പുകളിലൊക്കെ ഇന്നലെ മുതൽ തന്നെ വരുന്നുണ്ട്. ഈ അൻവർ പങ്കെടുക്കുന്ന യോഗത്തിൽ പരമാവധി ആളുകൾ പങ്കെടുക്കണം, പരമാവധി ആളുകളെ എത്തിക്കണം എന്ന രീതിയിലൊക്കെ ആഹ്വാനങ്ങളുണ്ട്.
അതായത് ഇത്തരം പല തരത്തിലുള്ള ശ്രമങ്ങളിലൂടെ ആളുകൾ മുതലക്കുളത്തേക്ക് എത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. അതായത് ഇന്നലത്തെ അത്രയും ഇല്ലെങ്കിൽ പോലും ആ മുതലക്കുളം മൈതാനം നിറയുന്ന തരത്തിൽ ആൾ വന്നാൽ പോലും CPM ഒരു വലിയ തിരിച്ചടിയായി മാറുന്ന സാഹചര്യം ഉണ്ടാവും. ഒപ്പം ഈ കൗതുകത്തിന്റെ പേരിൽ അൻവറിനെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരും മുന്നോട്ട് വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. CPM വലിയ തിരിച്ചടി തന്നെയാണ്. കാരണം നേരത്തെ പല സ്വതന്ത്രന്മാരായി CPM എത്തിയവരൊക്കെ പിന്നീട് ആ പാളയത്തിൽ നിന്നും പോവുകയും മഞ്ഞളാംകുഴി അലിയെ പോലെ ലീഗിലേക്കൊക്കെ പോവുകയും ചെയ്ത ഒരു ചരിത്രമുണ്ട്. അതുകൊണ്ട് മുസ്ലിം മേഖലകളിൽ ഒരു വലിയ കടന്നുകയറ്റം നടത്താനുള്ള CPM ശ്രമങ്ങൾക്ക് വലിയൊരു അളവ് വരെ തിരിച്ചടിയാണ് അൻവറിന്റെ നിലവിലുള്ള നടപടിക്രമങ്ങൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം വലിയ തിരിച്ചടി ഈ മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ CPM നേരിടേണ്ടി വന്നിരുന്നു. വിവിധ ഇനങ്ങളിൽ ഈ വിഷയങ്ങളിൽ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ CPM സജീവമായി ഇടപെടുകയും അവരോടൊപ്പമുണ്ടെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ അത്തരം ശ്രമങ്ങൾക്ക് ലഭിക്കുന്ന ഒരു തിരിച്ചടിയാണിത്. അൻവർ കോഴിക്കോട്ട് എത്തുമ്പോൾ എത്രമാത്രം ജനക്കൂട്ടം അൻവറിനൊപ്പം ഉണ്ടാവും എന്നതാണ് ഈ എല്ലാ കേന്ദ്രങ്ങളും ഉറ്റുനോക്കുന്നത്. എന്തായാലും വലിയ ഒരു യോഗമായി തന്നെ കോഴിക്കോട്ടെ യോഗവും മാറുമെന്നാണ് നമുക്ക് തുടരുക. MS സനീഷ് കുമാർ.